നമസ്കാരം. ഞാൻ പുഷ്പ മണാശ്ശേരി. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയട്ടെ അല്ലേ? ഞാനൊരു അഭിനയ ഭ്രാന്തിയാണെന്ന് എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പം ഇപ്പോഴാണ് എനിക്ക് ഈ അഭിനയത്തിൻ്റെ ആ ഒരു പാത തെളിഞ്ഞ് വന്നിരിക്കുന്നത്. കാരണം ഒരു 2-3 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ ഷോർട്ട് മൂവി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആൽബം, പിന്നെ നിങ്ങൾക്കറിയാം റീൽസാണ് മെയിൻ. അപ്പോൾ ഇപ്പം ഒരു 4 സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും ഈ എന്താ പറയുക, ഞാനൊന്ന് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തായിരുന്നു, ഞാൻ ആരായിരുന്നെന്ന് ഞാൻ പലപ്പോഴും ഞാൻ വന്ന വഴിയിലേക്ക് ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കാറുണ്ട്. നിങ്ങളൊക്കെ നോക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ എവിടം കൊണ്ട് നമ്മുടെ ഈ ഏതൊക്കെ കടമ്പകൾ താണ്ടി നമ്മൾ വന്നിരുന്നു എന്ന് നമ്മൾ ഒന്നിടയ്ക്കൊന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കണം. അപ്പം ഞാൻ കഷ്ടപ്പാടിൻ്റെ നെല്ലിപ്പലക ചവിട്ടി പൊളിച്ചു തന്നെ പറയാം. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്നാലും ദൈവകാരുണ്യം, ദൈവസഹായിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്ന അഭിനയമാണ്. അപ്പം എവിടെയാണെങ്കിലും ഞാൻ അവിടെ എത്തിപ്പെടും. സിനിമ ഞാൻ പറഞ്ഞില്ലേ, 3 സിനിമ ചെയ്തു, ഷോർട്ട് മൂവി ചെയ്തു, ആൽബം ചെയ്തു, ഇതെല്ലാം ചെയ്തു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം തന്നെയല്ലേ. പിന്നെ അതേപോലെ തന്നെ അത് മാത്രമല്ല, നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ പൊതുവേദിയിലെത്തുമ്പോഴാണ് നമ്മൾ എന്താണ്, നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ ഈ എന്താ പറയുക, സിനിമയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് മുന്നിൽ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. എത്രയോ എന്താണ് പഴയ സിനിമയിലൊക്കെ നല്ല TG രവി സാറിനെ കണ്ടു. ഫാമിലി സർക്കസ് എന്ന മൂവീൻ്റെ പൂജയ്ക്ക് പോയായിരുന്നു. അതിൻ്റെ സംവിധായകരൊക്കെ നമ്മളെ നേരിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് കണ്ടും കേട്ടും ഒന്നും പോകല്ല, അവർ നേരിട്ട് നമ്മളെ വിളിക്കുന്നു, പൂജയുണ്ട്, ചേച്ചി വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പം ജനപ്രവാഹമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഇവിടെ എന്താ പറയുക, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് നമ്മൾ ഇവരെല്ലാം കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ സിനിമയിൽ TG രവി സാറെയൊക്കെ നമ്മൾ സിനിമയിലൊക്കെയാണ് കാണുന്നത്, നേരിട്ട് കണ്ടു. അതുപോലെ നമ്മുടെ ലിൻഡോ, നമ്മുടെ പിന്നെ രജിസാറിനെ പിന്നെ എനിക്ക് പരിചയമുണ്ട്, ഞങ്ങൾ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് രേണു സുധീനെ കുറിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് പിന്നെ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങൾ രേണു സുധീനെ കുറിച്ച് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നിയിട്ടുണ്ടോ, നേരിൽ കാണുമ്പോഴാണ് നമ്മൾ ആ കുട്ടി അങ്ങനെ അത്ര വലിയ പിന്നെ എന്താണ് കാണാൻ ഭംഗിയില്ലാത്ത കുട്ടിയൊന്നുമല്ല. ചിലവരൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടിട്ട് എന്തോ ചുണ്ടിൽ വെച്ചിട്ടുണ്ട്, നീ അതെന്താണ് മറ്റേതാണ് കണ്ണ്, ഇതൊക്കെ വൃത്തികെട്ട കമൻസുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ കുട്ടീനെ അടുത്ത് നമ്മൾ കാണുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് തോന്നൂല. ഒരു പാവം കുട്ടിയാണ്. നമ്മളെയൊക്കെ കൂടെ നിന്നിട്ട് സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പാവം കുട്ടിയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊന്നും അത് അവരങ്ങോട്ട് പൊലിപ്പിച്ച് വലിയതാക്കി മാറ്റുകയാണ്. അത്രമാത്രമല്ല. ഞാൻ നേരിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. അത്രയും സ്നേഹമുള്ളൊരു കുട്ടിയാണ് രേണു സുധി. എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കുട്ടി ഒരു പാവമാണെന്ന്. അതാണ് നമ്മൾ ഇങ്ങനെ പുറത്ത് ഓരോ പൊതുവേദിയിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഒരാൾ പറഞ്ഞ കഥയോ കേട്ട കഥയോ ഒന്നുമല്ല യാഥാർത്ഥ്യം, നമ്മൾ നേരിൽ കാണുന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഞാൻ കണ്ടു സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും, എനിക്ക് വിഷമം തോന്നിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ നേരിൽ കാണാൻ എന്താണ് എൻ്റെ അഭിനയ ഭ്രാന്ത് കൊണ്ടാണ് ഈ 4 വർഷത്തിൽ ഈ അഭിനയത്തിൻ്റെ ആ ഒരു എന്താ പറയുക കഴിവ്, അഭിനയത്തിൻ്റെ ആ ഒരു ഭ്രാന്ത്, അതിലെ അഭിനയത്തിൻ്റെ ഒരു ഇഷ്ടം, അതുകൊണ്ടാണ് എനിക്ക് ഇവരെല്ലാം നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോഴും സോഷ്യൽ മീഡിയ പറയുന്നതും ഞാനും വിചാരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് എടുക്കുന്നവരും പോസിറ്റീവ് എടുക്കുന്നവരും ഉണ്ട്.
അപ്പം ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ദൈവമാണ് എനിക്ക് തന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ കാണുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പം ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഓക്കെ, ബൈ ബൈ.